ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാറ്റുകൾ പൊങ്കാലയുടെ അവധിയായതുകൊണ്ട് ഞാനിന്ന് എണീറ്റപ്പോൾ തന്നെ 6:45 അപ്പോൾ എണീറ്റ ഉടനെ ആദ്യം പാലെടുക്കാനാണ് പോകുന്നത്. ഇവിടെ രാവിലെ 4-4:30ക്കാണ് പാല് വരുന്നത്. അപ്പോൾ അപ്പോഴെണീക്കുന്നത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് രാത്രി തന്നെ പാൽപാത്രം ഗേറ്റിൽ തൂക്കും. പാൽക്കാരൻ പാല് പാത്രത്തിൽ ഒഴിച്ചേക്കും. അപ്പോൾ ഞാൻ അടുക്കളയിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് പാല് ചൂടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളെടുത്ത് കബോർഡിലേക്ക് വെക്കുന്നുണ്ട്. ഞാൻ രാത്രി തന്നെ അരി തിളപ്പിച്ച് തെർമൽ കുക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്നുകൂടി തിളപ്പിച്ചാലേ വാർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുവാണ്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ തന്നെ മണിക്കുട്ടിയെ കൂടി വിളിച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്. അങ്ങനെ പുള്ളിക്കാരി അവിടെ എണീച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. ചേട്ടൻ്റെ അമ്മ രാവിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ താഴെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ചേട്ടൻ്റെ അച്ഛന് കഴിക്കാനായിട്ട് കറി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാർ വയ്ക്കാനായിട്ട് തോരൻ പരിപ്പ് കഴുകിയെടുക്കുവാണ്. ഇവിടെ ഇന്ന് അപ്പമാണ്. അപ്പോൾ മണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും സാമ്പാറും. ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ഞാനും റൂമിലിരിക്കുന്ന മണിക്കുട്ടി തമ്മിൽ ഉടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സോഷ്യൽ കുറച്ച് പഠിക്കാൻ പെൻഡിങ് ഉണ്ട്, പക്ഷേ ഇഷ്ടമല്ല സോഷ്യൽ പഠിക്കാൻ. ഞാനത് പഠിക്കാൻ പറഞ്ഞതുകൊണ്ട് അത് പഠിക്കാൻ വയ്യ, അവൾ കെമിസ്ട്രി പഠിക്കുന്നേ ഉള്ളെന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു ഉടക്ക് നടക്കുവാണ് ഇവിടെ. ഇതിനിടയിൽ എനിക്കും ചേട്ടനും ചായ ഉണ്ടാക്കി. മക്കൾ രണ്ടാളും ചായ കുടിക്കാറില്ല. അപ്പോൾ സാമ്പാറിനുള്ള തോരൻപരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്കുള്ള പച്ചക്കറി കഴുകിയെടുക്കുകയാണ്. ഇന്നലെ രാത്രിയിലേ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെന്ത തോരൻപരിപ്പിനൊപ്പം ഈ പച്ചക്കറിയും ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അരി വെന്ത് ഞാനത് വാർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ചേട്ടൻ പത്രവായനയൊക്കെ കഴിഞ്ഞിട്ട് നന്ദയുടെ അടുത്ത് വന്ന് കിടന്ന് അവളെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. അപ്പോൾ അവളവിടെ ബഹളം വയ്ക്കുന്നു. ഞാൻ 9:30 എണീക്കത്തുള്ളൂ, എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടന് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കുള്ള അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചൂടോടെ അപ്പം വാങ്ങി കഴിക്കുന്നുണ്ട്. ഞാനും മണിക്കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. നന്ദ ഇതുവരെ എണീറ്റില്ല. അപ്പോൾ ഞാൻ നന്ദയ്ക്കുള്ള അപ്പം കൂടെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അപ്പം എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരും. അപ്പോൾ ഇന്ന് കൊഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിന് വൃത്തിയാക്കി എടുക്കുന്നതാണല്ലോ ഏറ്റവും വലിയ ജോലി. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഞാൻ അതേ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൊഞ്ച് കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. ഞാൻ കൊഞ്ചിന് വറുക്കാനുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ തേങ്ങ വറുത്ത് വയ്ക്കുമ്പോൾ കുറച്ചധികം വറുക്കും. കാരണം പിന്നീട് കൊഞ്ച് കിട്ടുമ്പോൾ എടുക്കാനോ അല്ലെങ്കിൽ ഉള്ളിത്തീയിൽ വയ്ക്കാനായിട്ടോ നമുക്കത് എടുക്കാമല്ലോ. ഞാൻ ഈ തേങ്ങ വറുക്കുന്നതിന് മുന്നേ തന്നെ അതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചെറുപയർ തോരൻ വയ്ക്കാനായിട്ട് പയർ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കണം. സാമ്പാർ രാവിലെ വെച്ചതുകൊണ്ട് ആ ജോലി എളുപ്പമായി. അപ്പോൾ ഇന്ന് പയർ തോരനും സാമ്പാറും കൊഞ്ചും വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് കുറേ സമയം കൂടെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് തീ കുറച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഈ പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്തത് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇനി വറുത്ത തേങ്ങയിലേക്ക് പുളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് കൊഞ്ചിലേക്ക് ഒഴിക്കാം. ഈ കൊഞ്ചിനൊപ്പം ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ ഉപ്പും ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ സാമ്പാറിലിടുന്ന മുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് അരപ്പ് ചേർത്ത് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൊഞ്ചും കൂടെ വറ്റി വരുമ്പോഴേക്കും കുക്കിംഗ് എല്ലാം അപ്പോൾ അതെല്ലാം റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സ്ലാബൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അടിച്ച് വരണം. അതൊരു കുഞ്ഞടുക്കളയായതുകൊണ്ട് കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ ട്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് പകലായിരുന്നു ട്യൂഷൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.